ജൂലൈ 7 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫൊർഗീവ്നെസ്. മാപ്പ് കൊടുക്കുന്നതിൻ്റെ മാധുര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരു മനുഷ്യനെന്ന നിലക്ക് മാനസികമായും ശാരീരികമായും ഒക്കെ വളരെയേറെ ഉപകാരപ്രദമായ കാര്യമാണ് ഇങ്ങോട്ട് അക്രമവും അനീതിയും ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആരോഗ്യവും മാനസികവും ആത്മീയവുമായ ഉന്നതി കൂടെ എത്തിപ്പിടിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് മാപ്പ് കൊടുക്കുക എന്നുള്ളത്. ഖുർആനും ഹദീസും വളരെയേറെ പ്രോത്സാഹിപ്പിച്ച മുത്തഖീങ്ങളുടെ സ്വഭാവമായിട്ട് എണ്ണിയ കാര്യമാണ്. പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഹിസാബ് എളുപ്പം കഴിഞ്ഞ് സ്വർഗത്തിൽ പോകുന്ന വിശ്വാസികളെ പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇങ്ങോട്ട് തടഞ്ഞവന് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് പിണങ്ങിയവനോട് അങ്ങോട്ട് ഇണങ്ങുക, ഇങ്ങോട്ട് അതിക്രമം ചെയ്തവർക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കുക, മാപ്പ് കൊടുക്കുക. 3 കാര്യങ്ങളും മനസ്സിൻ്റെ വിശാലതയെയും വിട്ടുകൊടുക്കാനും മാപ്പ് കൊടുക്കാനും പുറത്തു കൊടുക്കാനുള്ള ഏറ്റവും വലിയ മനസ്കതയെക്കുറിച്ചുമാണ് അതിലൊക്കെ പരാമർശിക്കുന്നത്. മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും പകയും വെച്ച് നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷണൽ ബാഗേജസ് അടിഞ്ഞുകൂടി നമ്മൾ മാനസികമായ രോഗങ്ങൾ, സൈക്കോസോമാറ്റിക് ഡിസോർഡർ, മാനസികമായ കാരണങ്ങൾ കൊണ്ട് ശാരീരികമായ രോഗങ്ങൾ വരെ നമുക്കുണ്ടാവുകയും നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പുറത്തു കൊടുക്കുക എല്ലാവർക്കും, എന്തും എങ്ങനെയും, നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ ഇഹ പര മോക്ഷത്തിന് വേണ്ടി.